മനസാക്ഷിയുള്ള ഒരാൾ പറയും ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയതാണെന്ന്. എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇത്? ഈ സമയത്ത് തന്നെ വേണം. ഇതിനെന്ത് മെച്ചമാണ് കിട്ടാൻ പോകുന്നത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. നമുക്ക് രാഷ്ട്രീയമാണ്. ആക്ഷേപങ്ങൾ പറയേണ്ടി വരും, ആരോപണം പറയേണ്ടി വരും. പക്ഷെ അതിനകത്തൊക്കെ ഒരു അല്പം മനുഷ്യത്വം കലർത്തി ആരോപണം ഉന്നയിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ അതിൽ നിഷേധിക്കട്ടെ. നമസ്കാരം. കോന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് KU ജനീഷ് കുമാർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ തെളിവുകൾ സഹിതം നിരത്തി പൊളിച്ചടുക്കി സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. MLAയുമായി ഒരുമിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചതിന്റെ ഫോട്ടോ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടിയാണ് മന്ത്രി തെളിവുകൾ പുറത്തുവിട്ടത്. എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് ജനീഷ് കുമാർ കളിക്കുന്നതെന്ന് രൂക്ഷമായ ഭാഷയിൽ വിഷ്ണുനാഥ് പ്രതികരിക്കുകയും ചെയ്തു. ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു പുതിയ പ്രവണതയാണ് 2018 മഹാപ്രളയത്തിന്റെ അതിന്റെ ഒരു എന്റെ വീട്ടിലും ഏതാണ്ട് ഞാൻ താമസിച്ച വീടിന്റെ 1ാമത്തെ നില പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെട്ട് മാസങ്ങൾ അവിടെ നിന്ന് എന്റെ വീട് എനിക്ക് തുറക്കാൻ പറ്റിയത് എന്റെ വീടെന്ന് ഞാൻ മാത്രമല്ല എന്റെ ആ ഭാഗത്തുള്ള എല്ലാവർക്കും ചെങ്ങന്നൂര്, ആറന്മുള, റാന്നി, ഇങ്ങോട്ട് താഴോട്ട് തിരുവല്ല ഒരു മാസം കഴിഞ്ഞിട്ടാണ് വീടൊന്ന് തുറക്കാൻ പറ്റിയത്. വീട് തുറന്നു കയറുന്ന ഇപ്പോഴും അനുഭവം എന്റെ മനസ്സിലുണ്ട്. കതക് വളരെ പ്രയാസപ്പെട്ട് തുറക്കായിരുന്നു. കാരണം ചെളി വന്ന് അടിഞ്ഞത് കാരണം കതക് തുറന്നകത്ത് കയറുമ്പോ ചത്ത പാമ്പുകളെ അടക്കം വീടിനകത്ത് കണ്ടതാണ്. അപ്പോ ആ സന്ദർഭത്തിലൊന്നും അത്രയധികം ആളുകൾ മരണപ്പെട്ട് അത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു മഹാപ്രളയം ഉണ്ടായിട്ട് പോലും അന്നൊന്നും അതിന്റെ ഒരു ഘട്ടത്തിലും ഗവൺമെന്റിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഗവൺമെന്റിനൊപ്പം നിന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്ന് സ്വാഭാവികമായും പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രളയത്തെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടാനാണ് അന്നത്തെ പ്രതിപക്ഷം പരിശ്രമിച്ചത്. പക്ഷെ ഇന്ന് 2ാമത്തെ ദിവസം മുതൽ രാഷ്ട്രീയ ആരോപണങ്ങൾ അധിക്ഷേപങ്ങൾ ഒക്കെ ആയിട്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. മുന്നൊരുക്കങ്ങൾ പാളി എന്ന് പറയുമ്പോൾ 2018 ഒരു മഹാപ്രളയം ഉണ്ടായിട്ട് ഇവിടെ റീബിൽഡ് കേരള എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടാക്കി. എന്തായി 7 വർഷം കൊണ്ട് അതിന്റെ റിസൾട്ട് എന്താണ്? റൂം ഫോർ റിവർ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഖജനാവിൽ പണം ചെലവഴിക്ക് നെതർലൻഡ്സിൽ പോയി റൂം ഫോർ റിവർ പഠിച്ചു വന്നു. കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. എന്തായി റൂം ഫോർ റിവറിന്റെ അവസ്ഥ? അതിനുശേഷം എന്താണ് മുന്നൊരുക്ക സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ആധുനികമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. 7 വർഷം ലഭിച്ചിട്ട് അവരൊന്നും ചെയ്യാത്തതിന്റെയാണ് വീണ്ടും ജനങ്ങൾ അനുഭവിക്കുന്നത്. എന്തിന്? വന്നടിഞ്ഞ ചെളിയും മണലും വാരാൻ ഒരു തീരുമാനം എടുത്തെങ്കിൽ ഇപ്പൊ എന്താ പമ്പാ നദിയിലെ പ്രശ്നം? മുമ്പ് പെയ്യുന്ന അത്രയും മഴ പെയ്യണ്ട, ഇപ്പൊ നദി കരകവിഞ്ഞൊഴുകാൻ. കാരണം അതിനകത്ത് ചെളിയും മണലും ചെളിയിൽ അകത്ത് പൂണ്ട് കിടക്കുന്ന തടിയും എല്ലാം കാരണം എല്ലാം ഒഴുകും. സ്റ്റോറേജ് കപ്പാസിറ്റി പകുതി ആയിരിക്കുകയാണ്. ഡാമിന്റെ അവസ്ഥ അത് തന്നെയാണ്. ഇപ്പോ 2 പ്രധാന ഡാമിലും 50% താഴെയായിരുന്നു, പമ്പയിലും കപ്പിയിലും. അത് കാരണം നമുക്ക് ഈ വലിയ മഴ വന്നിട്ടും ഡാമിനെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ആ ഡാമുകളിലടക്കം ഈ പറഞ്ഞ ചെളിയും മണലും വാരി സ്റ്റോറേജ് പഴയതാക്കി നിലനിർത്താനുള്ള നടപടി പോലും 7 വർഷം ഒരു പ്രളയത്തിന് ശേഷം ലഭിച്ചിട്ടും ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് 2-2.5 മാസമായ ഒരു ഗവൺമെന്റിനെ ഒരു പ്രളയമുണ്ടായ 2ാമത്തെ ദിവസം വിമർശിക്കുന്നതിന്റെ ഔചിത്യം അവര് പരിശോധിക്കേണ്ടതാണ്. ഈ ഗവൺമെന്റിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഇപ്പം ക്യാമ്പിലെ പ്രശ്നം പരിശോധിച്ചാൽ എല്ലാ ജില്ലാ കളക്ടർമാർക്കും മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്താനുള്ള തുക അഡ്വാൻസായി അനുവദിച്ചു. അത് തഹസിൽദാർമാർക്ക് കൊടുത്തു. പഞ്ചായത്തുകൾക്ക് അതിനുള്ള അവകാശങ്ങൾ കൊടുത്തു. വില്ലേജ് ഓഫീസർമാരോട് ആദ്യം സപ്ലൈകോയിൽ സാധനം വാങ്ങണമെന്നായിരുന്നു പഴയ ഒരു ഉത്തരവ്. ചിലപ്പോ രാത്രിയിൽ തുടങ്ങുന്ന ക്യാമ്പിൽ സപ്ലൈകോ രാത്രിയിൽ ഉണ്ടാകണമെന്നില്ല. ലോക്കൽ പർച്ചേസ് നടത്തിക്കോ, പണം ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സമ്പത്ത് ഒരു പ്രശ്നമല്ല. അപ്പം എല്ലാ കാര്യങ്ങളും പിന്നെ അസാധാരണമായ സാഹചര്യം, അസാധാരണമായ മഴ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില ഒറ്റപ്പെട്ട പോരായ്മകൾ ഉണ്ടാകുന്നു. അതെല്ലാ കാലത്തും മലയാളി ഒരുമിച്ച് നിന്നാണ്, രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിന്നാണ് അത് പരിഹരിച്ചിട്ടുള്ളത്.
നിങ്ങൾ പത്രപ്രവർത്തകരല്ലേ? രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും 2018 അന്നത്തെ പ്രതിപക്ഷം ഗവൺമെന്റിനെതിരെ വിമർശനവുമായി വന്നിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇതിനേക്കാൾ കൂടുതൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടില്ല. ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ പറഞ്ഞു ഇവർക്കും ഞങ്ങൾ ഈ ഗവൺമെന്റ് വിമർശനാതീതരൊന്നുമല്ല. പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ അതിനെ പരിശോധിക്കത്തുള്ളൂ, പരിഗണിക്കുന്നുള്ളൂ. പക്ഷെ ഈ ദിവസം രണ്ടാം ദിവസം തന്നെ ഇത് വേണ്ടിയിരുന്നോ എന്നുള്ളത് അവര് പരിശോധിക്കേണ്ട ഔചിത്യത്തിന്റെ ഒരു കാര്യം. ഞാൻ നിനക്ക് എന്താ പറയുന്നത്? ഞാൻ അവിടെ ഗസ്റ്റ് ഹൗസിൽ കിടന്ന് ഉറങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അവിടെ 1-ാം തീയതി ചെന്നതാണ്. ഞാൻ അവിടെ 1-ാം തീയതി ചെന്നു. ഞാനും അദ്ദേഹവും കൂടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിന്റെ ചിത്രമാണ്. അതേപോലെ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങിയാൽ കാര്യം മനസ്സിലാകുമോ എന്നാണ് ചോദിച്ചത്. ഞാനും അദ്ദേഹവും കൂടെ കോന്നി അസംബ്ലി മണ്ഡലത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ അങ്ങോട്ട് വിളിച്ചല്ല. ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ച് നമുക്ക് കോന്നി താലൂക്കിൽ ഒരു മീറ്റിംഗ് എടുക്കണം. അപ്പൊ അതിന്റെ സമയം പറഞ്ഞു. ഈ സമയം ഞാൻ പറഞ്ഞു ഞാനിപ്പോ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിൽ എനിക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കണം, വെള്ളം കയറിയ സ്ഥലങ്ങൾ കാണണം, തിരുവല്ല താലൂക്ക് ഓഫീസിൽ ഒരു മീറ്റിംഗ് എടുക്കണം. അതിനുശേഷമുള്ള ഒരു സമയം 3 മണി സമയം താങ്കൾക്ക് സൗകര്യമായിരിക്കുമോ? ഇല്ലെങ്കിൽ താങ്കൾ പറയുന്ന സമയത്ത് വരാം, ആ സമയത്ത് ഞാൻ വേണമെങ്കിൽ അടുത്തൊരു മണ്ഡലത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. 3 മണിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ താലൂക്ക് ഓഫീസിലെത്തി. ഞാനും അദ്ദേഹവും തമ്മിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം നടത്തി. അവിടെ അദ്ദേഹം പ്രധാനമായും പറഞ്ഞൊരു പ്രശ്നം, അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പത്തനംതിട്ടയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറഞ്ഞൊരു പ്രധാന പ്രശ്നം, കാർഷിക മേഖലയിൽ വലിയ നഷ്ടം ഉണ്ടായി. ഇപ്പോഴുണ്ടാകുന്ന നഷ്ടപരിഹാരം അത് മതിയാവില്ല. അത് പഴകുളം അത് പറഞ്ഞു, അത് അബിൻ വർക്കി പറഞ്ഞു, അത് ജനീഷ് കുമാർ പറഞ്ഞു, ശാന്തകുമാർ പറഞ്ഞു, വർഗീസ് മാമൻ പറഞ്ഞു. അത് ഞങ്ങൾ ക്യാബിനറ്റിൽ ഈ പ്രദേശങ്ങളിൽ പോയി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, മുഖ്യമന്ത്രിയുടെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് 25% കാർഷിക മേഖലയിലെ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഗവൺമെന്റ് എടുത്തു പ്രഖ്യാപിച്ചു. 25%. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കാർഷിക മേഖലയിലെ പ്രളയ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നത്? അപ്പം ഇത് ഞാൻ ചെയ്തു. അതിനുശേഷം പിന്നെ ക്യാമ്പുകൾ സന്ദർശിച്ചു. പിന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ വലിയ ആശങ്കയുണ്ടായിരുന്ന സ്ഥലം കോന്നിയില് 3 സ്ഥലത്ത് പിന്നെ ഉരുൾപൊട്ടലുണ്ടായി. വലിയ ഭാഗ്യം എന്ന് കൂടി പറയാം. കാരണം 2 വീടുകളുടെ നടുക്കൂടെ 1.5 ഏക്കർ സ്ഥലം പോയി. 2 വീടിന്റെ നടുക്കൂടെ പോയി. അത് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറി 2 വീട് പോകായിരുന്നു. പക്ഷെ അവിടെ ഭാഗ്യത്തിന് അങ്ങനെ ഒരു നാശനഷ്ടം ഉണ്ടായില്ല. നടുക്കൂടെ പോയത് പറഞ്ഞാൽ ആളപായം ഉണ്ടായില്ല. പക്ഷെ റാന്നിയിലും ആറന്മുളയിലും താഴെ തിരുവല്ലയിലും 100 കണക്കിന് ക്യാമ്പുകളിൽ ഏതാണ്ട് 6000-ഓളം ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യം. വീണ്ടും ആളുകളെ റെസ്ക്യൂ ചെയ്ത് ക്യാമ്പുകളിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം. ആളുകൾ വിളിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് NDRF-ന്റെ ഫോഴ്സിനെ അധികം കൊണ്ടുവന്നു. അവിടെ എറണാകുളത്തു നിന്നും പാലക്കാട് നിന്നും തിരുവനന്തപുരത്തു നിന്നും ഫയർഫോഴ്സിന്റെ അഡീഷണൽ ടീമിനെ കൊണ്ടുവന്നു. കൂടാതെ ഞാൻ വ്യക്തിപരമായി എന്റെ പ്രദേശത്തുകാരായ, എന്റെ ജില്ലക്കാരായ കൊല്ലത്ത് നിന്നും 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകളിൽ മത്സ്യത്തൊഴിലാളികൾ വന്നു. രാത്രി അവര് പോയിട്ട് 100 കണക്കിന് ആളുകളെ റെസ്ക്യൂ ചെയ്ത് ക്യാമ്പുകൾ കൊണ്ടുവന്നു. രാത്രിയിൽ മുഴുവൻ ആളുകൾ വിളിക്കുകയാണ്. വൈദ്യുതി ഇല്ലാത്ത സാഹചര്യമാണ്. ആ സമയത്താണ് റെസ്ക്യൂ നടത്തേണ്ടത്. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് അവിടെ നിന്നും നിങ്ങൾ ഇവിടെ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ഞാൻ ഈ ചാനലിൽ പേരൊന്നും പറഞ്ഞില്ല, 12 മണിക്കും 1 മണിക്കും 2 മണിക്കും 3:30 മണിക്കും 4 മണിക്കും എന്റെ ബൈറ്റ് എടുത്തവരുണ്ട് അവിടെ നിന്ന്. അവരാരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാധ്യമപ്രവർത്തകർ ഞങ്ങളും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മനസാക്ഷിയുള്ള ഒരാൾ പറയും ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയതാണെന്ന്.
എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇത്? ഈ സമയത്ത് തന്നെ വേണം. ഇതിന് എന്ത് മെച്ചമാണ് കിട്ടാൻ പോകുന്നത്? ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ മുഴുവൻ, ഞാനവിടെ റാന്നിയിലും മീറ്റിംഗ് എടുത്തു, കോന്നിയിലും മീറ്റിംഗ് എടുത്തു, ആറന്മുള മീറ്റിംഗ് എടുത്തു, തിരുവല്ലയിലും മീറ്റിംഗ് എടുത്തു, ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി, പ്രളയം ഉണ്ടായ സ്ഥലത്ത് പോയി, എല്ലായിടത്തും പോയി. അതിനു മുമ്പ് ഷിഗല്ല ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം എനിക്ക് ഒരു കത്തയച്ചു. കത്ത് എനിക്ക് കിട്ടുന്നത് ഇന്ന് വൈകുന്നേരമാണെന്ന് കരുതുക. ഞാൻ പിറ്റേ ദിവസം പത്തനംതിട്ടയില് ഷിഗല്ല വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു. പിറ്റേ ദിവസം, ഒരു ദിവസം മാറ്റി വെച്ചില്ല. അദ്ദേഹം നിഷേധിക്കട്ടെ, അങ്ങനെ ചെയ്തില്ല എന്ന് പറയട്ടെ. ഒരു മാസം മുമ്പ് പോയി പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് ഒരു മാസം മുമ്പ് എടുത്തു. എന്നിട്ട് നമ്മൾ ക്യാമ്പുകൾ ഐഡന്റിഫൈ ചെയ്തു. ആ ക്യാമ്പുകളിൽ ടോയ്ലറ്റ് സൗകര്യമോ വൈദ്യുതി പ്രശ്നമോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി. അതുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ പോലും നമുക്ക് പല സ്ഥലത്തും ക്യാമ്പ് തുടങ്ങാൻ പറ്റിയത്. കാരണം ഒരു മാസം മുമ്പ് ക്യാമ്പുകൾ ഐഡന്റിഫൈ ചെയ്ത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഞാൻ പറയുന്നത്, നമുക്ക് രാഷ്ട്രീയമാണ്, ആക്ഷേപങ്ങൾ പറയേണ്ടി വരും, ആരോപണം പറയേണ്ടി വരും. പക്ഷെ അതിനകത്തൊക്കെ ഒരു അല്പം മനുഷ്യത്വം കലർത്തി ആരോപണം ഉന്നയിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ അതിൽ നിഷേധിക്കട്ടെ. ഞാൻ അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ഒരു വാദം ഈ പ്രളയ സമയത്തൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പറയാമോ? അവർ സ്വയം ആലോചിക്കുന്നതാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞ അദ്ദേഹം ഭരണകക്ഷി MLA, പ്രതിപക്ഷ MLA ഒന്നും കരുതിയിട്ടില്ല. അവിടെ അടൂര് അസംബ്ലിയിൽ ക്യാമ്പുണ്ട്, അദ്ദേഹം അവിടെയും പോയില്ല, കോന്നിയിലും പോയില്ല. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ക്യാമ്പുകളുള്ള, പ്രയാസം നേരിടുന്ന 3 അസംബ്ലി മണ്ഡലങ്ങളിൽ പോയി. നമ്മൾ ആക്ഷേപവും ആരോപണവും ഒരു പഴയ കാര്യവും താരതമ്യം ഒന്നും ചെയ്യേണ്ട സമയമല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എല്ലാ സ്ഥലത്തും മുഖ്യമന്ത്രിമാർ പോയിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അത്തരം വിഴുപ്പലക്കലുകൾ ജനങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. അവര് ക്യാമ്പിൽ പ്രയാസം അനുഭവിക്കുകയാണ്. ആരും ക്യാമ്പിൽ കിടക്കാൻ ഇഷ്ടപ്പെടുന്നവരൊന്നും അല്ല. മറ്റു മാർഗമില്ലാതാണ് ഒരാൾ ക്യാമ്പിലേക്ക് പോകുന്നത്. കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ തുടരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ രാഷ്ട്രീയക്കാര്, ഭരണപക്ഷം പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തായിരുന്നോ, ഞങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ അത് ചെയ്തില്ലായിരുന്നല്ലോ, ഞങ്ങൾ ഇത് ചെയ്തല്ലോ എന്നൊന്നും പറയേണ്ട ഒരു സമയമല്ല ഇത്. സമയം വരട്ടെ, നമുക്ക് പറയാം.